ഫിറോസ് ചുട്ടിപ്പാറ നടത്തുന്ന ഒരു കൃഷിയുടെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ ആളുകളെ കണ്ടിട്ടാ. അപ്പോൾ ഇത്രമാത്രം ആളുകൾ അത് കാണണമെങ്കിൽ ഈ പൊന്നാങ്കണ്ണി ചീര ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്നാണ് പാക്കിങ് ഫുൾ നടക്കുന്നത്. ഇതൊക്കെ പാക്കിങ് ചെയ്തത് ഓരോ വീടുകളിലേക്ക് എത്താനുള്ള ആ ഒരു ചാക്കുകളായിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ്. ഫിറോസ്ക ഒന്നും കൂടെ വന്നേ, എന്താ പടം നടക്കണേ? സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളം വ്ളോഗേഴ്സിൽ കുറച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ് ചുട്ടിപ്പാറ. ആരിസ് എന്ന വ്യക്തിയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. മൂപ്പർക്ക് നല്ല അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അതിന് പുറമെ ആ വീഡിയോയിലുള്ളതാണ് മൊയിനു വ്ളോഗ്സ്. ഇവരെ പറ്റി പറയാൻ വന്നിട്ടുള്ള വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ വന്നിട്ടുള്ള നമ്മളെല്ലാവരും ചിന്തിപ്പിക്കുന്ന ഒരു കമൻറ്റാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം. ഇപ്പോൾ ഈ ചെയ്ത ഈ കണ്ടൻറ്റിൽ പറയുന്നുണ്ട്, ഫിറോസ് ഭായ് ഇപ്പോൾ പുതിയ സംരംഭം തുടങ്ങിയതാണ് ഈ പൊന്നാങ്കണ്ണി ചീര. അതായത് അത് ഓൺലൈനിൽ കൂടെ ഇന്ത്യൻ്റെ പല ഭാഗത്തേക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇത് ഈ ചീര കിട്ടാത്ത സ്ഥലങ്ങൾ പലയിടത്തുണ്ടാവും. അവിടെയൊക്കെ മലയാളികളുണ്ടല്ലോ, അന്യഭാഷക്കാരുണ്ടാവും. അവരൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഇത്രത്തോളം ഓർഡർ വന്നപ്പോൾ ഈ വീഡിയോ ചെയ്ത വ്യക്തി രണ്ടാമതും വന്ന്, കാരണം ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഏകദേശം 1 മില്യന് മുകളിലാണ് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടാമത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഫിറോസ് ഭായിയുടെ ഈ ഗോഡൗണിലേക്ക് വന്നത്. അപ്പോൾ ഈ ഗോഡൗണിലെത്തിയപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കാരണം കൊണ്ട് ജോലി അവിടെ ഉണ്ട്. ഒരുപാട് പേർക്ക് ഈ ചീര കാരണം കൊണ്ട്, ചീര കൃഷി കാരണം കൊണ്ട്, ഓൺലൈൻ ബിസിനസ് കാരണം കൊണ്ട് ഒരുപാട് സ്റ്റാഫുകളവിടെ ജോലിയുണ്ട്. ഫാമിൽ, അതായത് ഈ ചീര കൃഷി തോട്ടത്തിൽ ഒരുപാട് ലേബേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് പുറം ഡെലിവറി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പാക്കിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുമ്മിലും അതുപോലെ അക്കൗണ്ട്സും കാര്യങ്ങളും നോക്കുന്ന ആൾക്കാർക്ക് അത് വേറെ ജോലികളുണ്ട്. ഭയങ്കര സക്സസ് ആയി പോവുകയാണ്. അതിനിടയിലാണ് ഞാൻ ഒരു കമൻറ്റ് വായിക്കാൻ ഇടയായിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ പറയുന്നത്. ഇതിൽ എഴുതിയിട്ടുള്ള കമൻറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ സാധനം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഒഴിവാക്കുക എന്നാണ് ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വായിച്ചറിയാമല്ലോ. അപ്പോൾ ആൾ എവിടെ നിന്നിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് മൈൻഡിലാണ് കമൻറ്റ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് വേറെ ഒരു കളർ ചേർക്കൽ. ഇപ്പം എനിക്ക് പേഴ്സണലായിട്ട് ഹിന്ദു ഫ്രണ്ട്സും ക്രിസ്ത്യൻ ഫ്രണ്ട്സും ഉണ്ട്. ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് നമുക്ക് മൈൻഡിൽ വരെ വരാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷേ ഇവരെ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. മാക്സിമം ഇതുപോലത്തെ കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് മറ്റുള്ള ആൾക്കാരെ വെറുപ്പുകൾ ശേഖരിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാർ നമ്മളെ സമൂഹത്തിൽ ഇന്നുണ്ട്. കാരണം ഈ 2023 അവസാന കാലഘട്ടത്തിലും നേരം വെളുക്കാത്ത, അതായത് ഒരു നേരം വെളുക്കാത്ത കുറേ ആളുകൾ ഇന്നുണ്ട് എന്നുള്ള തെളിവാണ് ഈ ഒരു കമൻറ്റ്. ഓൺലൈൻ ഓർഡർ വന്നുകൊണ്ട് ഇത്രയും ലോഡായത് കാരണം കൊണ്ട് ഈ പോസ്റ്റ് ഓഫീസിലെ 5 ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു ഗോഡൗണിൽ വന്നിട്ട് അവരും അവരെ പാക്കിങ്ങിൽ സഹായിച്ച് പെട്ടെന്ന് ഈ ഓർഡർ ചെയ്ത കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അടക്കം അതിലുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്നിട്ടും വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കളർ ചേർക്കുന്ന, ജാതി മതം കുത്തി നടക്കുന്ന സ്പിരിറ്റുള്ള ആൾക്കാർ ഇതിലൂടെ കമൻറ്റ് ചെയ്യുമ്പോൾ അവരൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണ് പേരെത്തി വിളിക്കേണ്ടത്? ഇത്രയും നിഗൂഢമായിട്ടുള്ള മൈൻഡിൽ നടക്കുന്ന കുറേ ആളുകളുണ്ട് എന്നാണ് അതിനാ ഒരു സൂചന. വേറൊരു കമൻറ്റ്, നമ്മൾ മലയാളികളുടെ പ്രശ്നമാണ് എല്ലാ കാര്യത്തിലും ഒരു എത്തിനോട്ടം. അതായത് ഒരു ബിസിനസ് വലുതായി കുറച്ച് പണം വാരുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്കൊരു എത്തിനോട്ടം. പക്ഷേ അവനത് ചെയ്യൂല. ഈ പറഞ്ഞ കമൻറ്റ് ഇടുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യൂല. മീൻസ് എന്നാൽ ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല, സ്വന്തമായിട്ട് ജോലി ചെയ്ത് ശീലം ഉണ്ടാവില്ല, സ്വന്തമായിട്ടൊരു ചെടി കുഴിച്ചിട്ടിട്ട് അതിന് വെള്ളം നനക്കുന്ന സ്വഭാവം ഉണ്ടാവാത്തവരാണ് ഇതുപോലെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു തൈക്ക് 100 രൂപ വെച്ച് മാഞ്ചിയം ബിസിനസ് പോലെ. ഇത് പക്ക ഉടായിപ്പാണ്. ഇതിലൂടെ ഈ കണ്ട ചെടിക്കൂട്ടത്തിലൂടെ ഫിറോസ് കോടികൾ ഉണ്ടാക്കും. ഫിറോസ് കോടികൾ ഉണ്ടാക്കുന്നതാണ് ഇയാൾക്കുള്ള കുരുപൊട്ടൽ. ഈ കുരുപൊട്ടുമ്പോൾ എന്താ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഈ മരത്തുമ്മൽ കയറിയിട്ട് ഒന്ന് കയറി ഇറങ്ങിയാൽ മതി, ആ ചൊറിച്ചിലട് മാറും. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി കയറി ഇറങ്ങിയാൽ മതി. കൂട്ടിന് കുറേ വ്ളോഗേഴ്സിന് കൊടുത്തു ഒരു പണി. ഈ വ്ളോഗേഴ്സ് ചെയ്യുന്ന കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റ് ആണെങ്കിൽ അത് പാവപ്പെട്ട ആളായാലും ആർക്കായാലും ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരാൾക്കായാലും അത് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഒരുപാട് വ്ളോഗേഴ്സ് ചെയ്യുന്നത്. ഫിറോസ് ചെയ്യുന്ന കണ്ടൻറ്റ് ഫുഡ് കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ ഫിറോസ് ചെയ്യുന്നതിന് പരിധി ഉണ്ടാവും. അപ്പോൾ ആരിസ് ചെയ്യുന്ന കണ്ടൻറ്റാണ് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക, പുതിയ സംരംഭം പരിചയപ്പെടുത്തുക, പുതിയ ഒരു ഐഡിയാസ് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ആരിസ് ചെയ്ത വീഡിയോയിൽ ചെയ്തിട്ടാണ് 1 മില്യൻ്റെ മുകളിൽ വീഡിയോ പെട്ടെന്ന് വൈറലായപ്പോഴാണ് ആൾക്കാർ ഓർഡർ ഫിറോസിന് കൂടിയത്. അപ്പോൾ അത് വ്ളോഗേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ വ്ളോഗേഴ്സും ഒരേപോലെയല്ല. ഫുഡ് വ്ളോഗേഴ്സ്, അതുപോലെ തന്നെ ടെക് വ്ളോഗേഴ്സ്, ട്രാവൽ വ്ളോഗേഴ്സ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. ഈ കൊറോണ സാഹചര്യം വന്നപ്പോഴാണ്, കൊറോണ കാലഘട്ടത്തിലാണ് വ്ളോഗേഴ്സ് വർദ്ധിച്ചത്. ഒരു ജീവിതമാർഗം ആക്കിയിട്ടാണ് വ്ളോഗേഴ്സ് അതിലൂടെ ഉപജീവനം നടത്തുന്നത്. ഒരുപാട് പേര് ഉപജീവനം നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു മോശമുള്ള തൊഴിലൊന്നല്ല. ചിന്തിക്കുക,
ഒരു മൂട് അതിനും വെറും 90 രൂപ വില. അതായത് മൂട് എന്ന് വെച്ചാൽ ചീരൻ്റെ ചെറിയൊരു സാധനത്തിന് 90 രൂപ വില. എത്ര ലക്ഷം മൂട് ചെടി ഇവിടെ ഉണ്ട്. മലയാളി എന്നും പറ്റിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്. ആട് എഴുതിയിരിക്കുന്നത്, അതായത് ആണ് എന്നുള്ളിടത്ത് ആട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മാഞ്ചിയം, വാനില, ഇപ്പോൾ പൊന്നാങ്കണ്ണി. അപ്പോൾ ഇതിലൊക്കെ ഈ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നോല് സ്വയം ഇതേപോലെ ഒരു കൃഷിത്തോട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് കാണിക്കുക, മറ്റുള്ളവർ കാണിക്കുക. അത് സ്വീകരിക്കുമ്പോൾ നമ്മളും വരും അതേപോലെ നിങ്ങൾ വീഡിയോസ് എടുക്കുക. അല്ലാതെ എവിടെ കടന്ന് ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ കുത്തിത്തീർപ്പ് മാത്രം ഉണ്ടാക്കി കമൻ്റ് ഇടല്ല വേണ്ടത്. പിന്നെ ഇത് കുത്തിത്തീർപ്പും അതുപോലെ തന്നെ വർഗീയതുമായിട്ടാണ് ഇതിൽ വീഡിയോ കണ്ടുള്ളത്. ചില വീഡിയോസിൽ ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നോക്കലില്ല. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ താഴെ കമൻറ്റ് തെറിയായിരിക്കും, പച്ചത്തെറി. ഈ പച്ചത്തെറി ഇട്ട് കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാർ, അതുപോലെ സ്വന്തം സിസ്റ്റർ, സ്വന്തം ബ്രദർ, ഫാദർ, മദർ കാണുന്നുണ്ടോ എന്നുള്ളത് അവർ പോലും ചിന്തിക്കുന്നില്ല. അതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ വീഡിയോ ചെയ്തിട്ട് എന്ത് കാര്യമുള്ളതല്ലേ. മറ്റൊരു വീഡിയോസ് മാറ്റി ഞാൻ വീണ്ടും വരാം. ഞാൻ ഷിഹാബ്. സിയോ.